നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അമൃത സുരേഷിന് പിന്നാലെ മുൻ ഡ്രൈവറും നടൻ ബാലയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ബാല മുൻ ഭാര്യ അമൃതയെ തല്ലുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും തന്നെയും തല്ലിയിട്ടുണ്ടെന്നുമായിരുന്നു മുൻ ഡ്രൈവറായ ഇർഷാദ് വെളിപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഇർഷാദിന്റെ വെളിപ്പെടുത്തൽ. ഇർഷാദിന്റെ വീഡിയോ അമൃതയും പങ്കുവച്ചിട്ടുണ്ട്. വർഷങ്ങളുടെ നിശബ്ദത അവസാനിപ്പിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അമൃത വീഡിയോ പങ്കുവച്ചത്. അമൃതയുടെയും മകളുടെയും തുറന്നുപറച്ചിലുകൾക്ക് പിന്നാലെ മുൻ ഡ്രൈവറും ബാലയ്ക്കെതിരെ രംഗത്തെത്തിയതോടെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് സംഭവം. അമൃതയ്ക്കും കുടുംബത്തിനും പിന്തുണയുമായി നിരവധി പേരാണ് മുന്നോട്ട് വരുന്നത്. എന്നാൽ ഇതിനിടയിലും ചിലർ ഇപ്പോഴും അമൃതയെയും കുടുംബത്തെയും കടന്നാക്രമിക്കുന്നുണ്ട്. അത്തരത്തിലൊരു കമന്റിന് അമൃതയും അഭിരാമിയും നൽകിയ മറുപടികൾ ശ്രദ്ധ നേടുകയാണ്. നീയൊക്കെ കൂടിയാണോ കുടുംബം തകർത്തത്? അമൃതയേക്കാൾ ഒരുപാട് ഉയരത്തിലുള്ള പെണ്ണിനെ കിട്ടുമായിരുന്നു ബാലയ്ക്ക്. വെറുതെ എടുത്തിട്ട് തല്ലാനുള്ള കാരണമെന്ത്? ബാലയുടെ ഡ്രൈവർ അമൃത പോയപ്പോൾ കൂടെ പോയെന്നോ? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിൽ തന്നെ ഇല്ലേ എന്നാണ് ഒരു യുവതി കമന്റ് ഇട്ടത്. പിന്നാലെ അമൃതയും അഭിരാമിയും മറുപടിയുമായി രംഗത്ത് വരികയായിരുന്നു. നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ സഹോദരി? ഞങ്ങൾ അനുഭവിച്ച കാര്യം പറയുമ്പോൾ അതിനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്കി സ്വയം അങ്ങനെ ചെറുതാകാൻ സാധിക്കുന്നു. ഈ പാവം ഒരു സഹോദര സ്ഥാനത്തുള്ള ആളാണ്. നിങ്ങളും ഒരു പെണ്ണല്ലേ? എനിക്ക് പുച്ഛം തോന്നുന്നു എന്നായിരുന്നു അമൃതയുടെ മറുപടി. സഹോദരി അഭിരാമിയും പ്രതികരിക്കുന്നുണ്ട്. ആ ഉയരത്തിലുള്ള പെണ്ണിനെ കെട്ടിയാൽ മതിയായിരുന്നു, ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കേണ്ടായിരുന്നു. ചേച്ചി, നിങ്ങൾ ഒരു സ്ത്രീയല്ലേ? ഞങ്ങളെ ഉപദ്രവിച്ച കഥ പറയുമ്പോൾ കുറച്ച് മനസാക്ഷിയോടെ ചിന്തിച്ചുകൂടെ എന്നാണ് അഭിരാമി നൽകിയ മറുപടി. അപ്പോൾ നേരത്തെ മുതൽ നിങ്ങൾ അമൃതയുടെ ആളായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയൂ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്. പിന്നാലെ അഭിരാമി മറുപടി നൽകുന്നുണ്ട്. അല്ല, ബാലയുടെ ഡ്രൈവറായിരുന്നു. ഇടിയും തൊഴിയും കിട്ടിയ അവരുടെ കുടുംബം നമ്മളുടെ കൂടെ വിട്ടതാണ്. അദ്ദേഹത്തിന്റെ ഉമ്മയും പാപ്പയും. ആ സമയത്ത് അദ്ദേഹത്തിന് 18 വയസ്സായിരുന്നു എന്നാണ് അഭിരാമി നൽകിയത്. അമൃത തനിക്ക് ഇപ്പോഴും സഹോദരിയാണെന്നാണ് ഇർഷാദും പറയുന്നത്. ബാല അമൃത ചേച്ചി ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വേർപിരിഞ്ഞ ശേഷം ഞാൻ അമൃത ചേച്ചിക്കൊപ്പം പോകാൻ കാരണങ്ങളുമുണ്ട്. ചേച്ചിയെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്തതും എന്നെ ടോർച്ചർ ചെയ്തതും എല്ലാമാണ് കാരണം. അന്ന് എനിക്ക് 18 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ബാല അടിച്ചിട്ട് എൻ്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ചെറുതായിരുന്നത് കൊണ്ട് പ്രതികരിക്കാനും പറ്റിയില്ല. മാത്രമല്ല അയാളോട് എനിക്കൊരു ബഹുമാനവും ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ഞാനൊരു ആങ്ങളെ പോലെയായിരുന്നു എന്നാണ് ഇർഷാദ് വീഡിയോയിലൂടെ പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.